ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബേസ് ഹൈമാനൂസയുടെ തിയോളജിക്കൽ ടോക്ക് സീരീസിലേക്ക് സ്വാഗതം. സാധാരണയായി പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആദത്തിനും ഹവ്വായ്ക്കും 2 ആൺമക്കളല്ലേ കായേനും ആബേലും, പിന്നെ എങ്ങനെയാണ് തലമുറ മുമ്പോട്ട് പോയത്? ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നമുക്കൊന്ന് കണ്ടു നോക്കാം. മനുഷ്യന്റെ ഉൽപ്പത്തി എങ്ങനെയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്, അവന്റെ ആരംഭം എങ്ങനെയാണ് എന്നത് എല്ലാ കാലത്തെയും മനുഷ്യന്റെ പ്രധാന ചിന്താവിഷയങ്ങളിൽ ഒന്നാണ്. ദൈവ മനുഷ്യ ബന്ധത്തെക്കുറിച്ചുള്ള ഇസ്രായേൽ ജനത്തിന്റെ വിശ്വാസം അവതരിപ്പിക്കുന്നതാണ് ബൈബിളിലെ ആദ്യ ഗ്രന്ഥമായ ഉൽപ്പത്തി പുസ്തകം. പ്രത്യേകിച്ചും ആദ്യത്തെ 11 അധ്യായങ്ങൾ അബ്രാഹത്തിന്റെ വിളിക്ക് മുമ്പുള്ള ആ ഒരു കാലഘട്ടം ചരിത്രാതീത ചരിത്രമായാണ് അറിയപ്പെടുന്നത്. ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, ദൈവമാണ് സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചത് എന്ന ഇസ്രായേൽ ജനത്തിന്റെ വിശ്വാസമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ദൈവം തന്റെ ഛായയിൽ ആദത്തെ സൃഷ്ടിച്ചു എന്ന് നാം കാണുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് അർത്ഥമാക്കുന്നത്. സ്ത്രീയും പുരുഷനുമായി അവനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യൻ പൂർണ്ണനാകുന്നത് സ്ത്രീയും പുരുഷനും പരസ്പരം പൂരകങ്ങളാകുമ്പോഴാണ്. മനുഷ്യകുലത്തിന്റെ മുഴുവൻ പ്രതിനിധിയായ ആദത്തിലൂടെയും ഹവ്വയിലൂടെയും നമ്മൾ മനുഷ്യവർഗത്തിന്റെ ആരംഭമാണ് കാണുന്നതെങ്കിൽ, കായേനിലൂടെയും ആബേലിലൂടെയും നമ്മൾ കാണുന്നത് മനുഷ്യകുലത്തിന്റെ വളർച്ചയാണ്. കായേൻ കൃഷിക്കാരനും ആബേൽ ആട്ടിടയനുമാണ് എന്ന് പറയുമ്പോൾ പ്രാചീനമായ 2 മനുഷ്യ സംസ്കാരങ്ങളാണ് ഇവിടെ കായേനും ആബേലും അവതരിപ്പിക്കുന്നത്, കർഷക സംസ്കാരവും ഇടയ സംസ്കാരവും. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആദത്തിനു വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി എന്ന്. വർദ്ധിച്ച് പെരുകുന്ന ഒരു മനുഷ്യകുലത്തെയാണ് ഇത് അവതരിപ്പിക്കുന്നത്. മറ്റൊരു ഉദാഹരണമായി ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ കായേൻ തന്നെ ദൈവത്തോട് പറയുന്നുണ്ട്, കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും. ഇവിടെ മറ്റു ജനതയുടെ ആ ഒരു സാന്നിധ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഒരു ചരിത്ര പുസ്തകമോ ഗവേഷണ ഗ്രന്ഥമോ ആയി മാത്രം വിശുദ്ധ ഗ്രന്ഥത്തെ കാണാതെ വിശുദ്ധ ഗ്രന്ഥം കൈമാറിത്തരുന്ന ആ ഒരു രക്ഷാകര സന്ദേശം, ആ ഒരു ദൈവിക സന്ദേശം നമുക്ക് സ്വീകരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.